സൂര്യനേക്കാൾ ചൂട് 582 ടൺ ഭീമൻ കാന്തം. കൃത്രിമ സൂര്യൻ പദ്ധതിയിൽ വമ്പൻ നേട്ടവുമായി ചൈന. ലോകത്തിന്റെ ഊർജ്ജ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വമ്പൻ നേട്ടം ചൈന സ്വന്തമാക്കിയിരിക്കുകയാണ്. സൂര്യനേക്കാൾ ഉയർന്ന ചൂട് സൃഷ്ടിക്കുന്ന കൃത്രിമ സൂര്യൻ പദ്ധതിയിലെ നിർണായക സാങ്കേതിക പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയായത്. 582 ഭാരമുള്ള ഭീമൻ സൂപ്പർ കണ്ടക്ടിംഗ് കാന്തവും അത്യാധുനിക ഫ്യൂഷൻ സംവിധാനവും വിജയകരമായി പരീക്ഷിച്ചതോടെ മലിനീകരണമില്ലാത്തതും പരിധിയില്ലാത്തതുമായ ഊർജ്ജ സ്രോതസ്സിലേക്ക് ലോകം ഒരു പടി കൂടി മുന്നേറിയെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. എന്താണ് ഈ കൃത്രിമ സൂര്യൻ പദ്ധതി? എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം ഇത്രയും പ്രധാനപ്പെട്ടത്? ചൈനയുടെ അൻഹൂയ് പ്രവിശ്യയിലെ ഹെർഫയിലുള്ള ക്രാഫ്റ്റ് ഗവേഷണ കേന്ദ്രത്തിലാണ് ഈ നിർണായക പരീക്ഷണം നടന്നത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സ് വികസിപ്പിച്ച രണ്ട് പ്രധാന സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റുകളുടെ എല്ലാ സാങ്കേതിക പരിശോധനകളും വിജയകരമായി പൂർത്തിയായി. അതിൽ ഏറ്റവും പ്രധാനമായത് 582 ടൺ ഭാരമുള്ള ഡി ആകൃതിയിലുള്ള ടൊറോയിഡൽ ഫീൽഡ് മാഗ്നറ്റും സെൻട്രൽ സോളിനോയിഡ് കോയിലുമാണ്. സാധാരണ കാന്തങ്ങളല്ലിവ. കൃത്രിമ സൂര്യന്റെ ഹൃദയഭാഗത്ത് രൂപപ്പെടുന്ന അതിശക്തമായ പ്ലാസ്മയെ നിയന്ത്രിച്ചു നിർത്തുന്ന പ്രധാന സംവിധാനമാണ് ഈ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റുകൾ. ഫ്യൂഷൻ റിയാക്ടറിനുള്ളിൽ പ്ലാസ്മയുടെ താപനില 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിലധികം ഉയരും. ഇത് യഥാർത്ഥ സൂര്യന്റെ കേന്ദ്രഭാഗത്തെ താപനിലയേക്കാൾ പോലും കൂടുതലാണ്. ഇത്ര ഉയർന്ന ചൂടിൽ പ്ലാസ്മയെ റിയാക്ടറിന്റെ ഭിത്തിയിൽ തട്ടാതെ കൃത്യമായി തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസിൽ നിർമ്മാണത്തിലിരിക്കുന്ന ലോക പ്രശസ്ത അന്താരാഷ്ട്ര ഫ്യൂഷൻ പദ്ധതിയായ ഐറ്ററിൽ ഉപയോഗിക്കുന്ന സമാന മാഗ്നറ്റുകളെക്കാൾ 1.3 മടങ്ങ് വലിപ്പവും 3 മടങ്ങ് ഊർജ്ജ സംഭരണ ശേഷിയുമാണ് ചൈന വികസിപ്പിച്ച സംവിധാനത്തിനുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ സാങ്കേതിക വിദ്യ മുഴുവനും ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. യഥാർത്ഥ സൂര്യനുള്ളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന അതേ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയ ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഡ്യൂട്ടീരിയം, ട്രീറ്റിയം എന്നീ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ അതിശക്തമായി ചൂടാക്കുമ്പോൾ അവ പ്ലാസ്മയായി മാറുന്നു. ഈ പ്ലാസ്മയെ ടൊക്കാമാക് എന്ന ഡോണറ്റ് ആകൃതിയിലുള്ള റിയാക്ടറിനുള്ളിൽ ശക്തമായ കാന്തിക മണ്ഡലം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുന്നു. പിന്നീട് ചെറിയ അണു കേന്ദ്രങ്ങൾ തമ്മിൽ ലയിക്കുമ്പോൾ പുറപ്പെടുന്ന അതിശക്തമായ താപോർജം ഉപയോഗിച്ച് നീരാവി ഉണ്ടാക്കുകയും ടർബൈനുകൾ കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കാർബൺ പുറത്തു തള്ളുന്നില്ല എന്നതാണ്. സാധാരണ അണുശക്തി നിലയങ്ങളിൽ കാണുന്ന പോലെ വലിയ ഉരുകൽ ഭീഷണിയോ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളോ ഇതിൽ ഉണ്ടാകില്ല. ഇന്ധനമായി ഉപയോഗിക്കുന്നത് കടൽ വെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന ഡ്യൂട്ടീരിയവും ലിഥിയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ട്രിറ്റിയവുമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പരിധിയില്ലാത്ത ശുദ്ധ ഊർജത്തിന്റെ ഉറവിടമായി ഫ്യൂഷൻ സാങ്കേതിക വിദ്യയെ കണക്കാക്കുന്നു. ഈ സ്വപ്ന പദ്ധതിയായി ചൈന പ്രതിവർഷം ഏകദേശം 1.5 ബില്യൺ US$ ചെലവഴിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മാഗ്നറ്റ് പരീക്ഷണം നടന്ന ക്രാഫ്റ്റ് ഗവേഷണ കേന്ദ്രത്തിൽ മാത്രം ഏകദേശം $700 ബില്യൺ നിക്ഷേപമുണ്ട്. ഇതുകൂടാതെ 2025 സ്ഥാപിച്ച ചൈന ഫ്യൂഷൻ എനർജി കമ്പനിക്കായി $2.1 ബില്യൺ സർക്കാർ നിക്ഷേപവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയും കാലാവസ്ഥ വ്യതിയാനവും ലോകം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യ മനുഷ്യരാശിയുടെ ഭാവി മാറ്റിമറിക്കാൻ കഴിയുന്ന കണ്ടുപിടുത്തമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ പരീക്ഷണ വിജയങ്ങൾക്കപ്പുറം ഈ സാങ്കേതിക വിദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി വ്യാപകമായി ഉപയോഗിക്കാൻ ഇനിയും വർഷങ്ങളുടെ ഗവേഷണവും വികസനവും ആവശ്യമാണ്. എങ്കിലും ചൈനയുടെ ഈ പുതിയ നേട്ടം ശുദ്ധവും സുരക്ഷിതവും പരിധിയില്ലാത്തതുമായ ഊർജത്തിലേക്കുള്ള ലോകത്തിന്റെ യാത്രയിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്.